ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യല് പയർ വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി റെസിപ്പിയാണ്. പക്ഷേ എല്ലാവരും പല രീതിയിൽ നമ്മൾ പയർ വെച്ചിട്ടൊക്കെ തോരനൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അതിൻ്റെ മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം പയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി നമുക്ക് കഴുകിയിട്ട് ഇതുപോലെ നമുക്ക് കട്ടാക്കി എടുക്കാം. ചില സ്ഥലങ്ങളിൽ അച്ചിങ്ങ പയർ എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. നമ്മുടെ ഇവിടെ നമ്മൾ സാധാ അങ്ങനെ പച്ചപ്പയർ തന്നെ പറയാറ്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി കട്ടാക്കി എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് തൊലിയോട് കൂടിയിട്ട് തന്നെ കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിക്കുകയാണ്, കട്ടാക്കി എടുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തി കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുള്ളൂ, അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണയിൽ കടന്നിട്ട് ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ പയർ കട്ടാക്കി വെച്ചതും കൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട് കേട്ടോ. അതുപോലെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. മൺചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഏത് ഓയിലും ചേർക്കാം കേട്ടോ. പക്ഷേ നമുക്ക് വെളിച്ചെണ്ണ ആയിരിക്കുമ്പോൾ പിന്നെ എന്ത് കറികളാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണനെ നമ്മൾ കൂടുതൽ യൂസ് ആക്കാൻ നോക്കുക. ഇപ്പോൾ തൊട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും ആവരുത് കേട്ടോ, 1 ടേബിൾ സ്പൂണിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ഒരു 3/4 ഭാഗത്തോളം നമ്മളെ പയറ് വെന്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി നമുക്കിതങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം നമുക്ക് നമ്മളെ ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ 1/4 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കാണാൻ തന്നെ ഒരു അടിപൊളിയാണേനും അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആണേ. വളരെ പെട്ടെന്ന് തന്നെ ഈ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണേ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉറപ്പായും അടുത്ത പ്രാവശ്യം നിങ്ങൾ പയർ വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.